ഹായ് ഫ്രണ്ട്സ്, ഡേ ടു ഡേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാനിന്ന് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ഇരിക്കുന്ന ഒരു എക്സൈറ്റിംഗ് പ്രൊഡക്റ്റ് തന്നെയാണ്. അത് നിങ്ങളെയും എക്സൈറ്റ് ആക്കുമോ എന്നുള്ള വീഡിയോ കണ്ട ശേഷമാണ് തീരുമാനിക്കേണ്ടത്. റെഡ്മിയുടെ ഫോണുകൾ ഞാൻ ഇതുക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഫ്ലാഗ്ഷിപ്പ് മോഡലിലായിരുന്നില്ല. റെഡ്മിയുടെ നോട്ട് സീരീസുകളായിരുന്നു. നോട്ട് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുറഞ്ഞ വിലയിൽ അല്ലെങ്കിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകളാണ്. 20,000 രൂപയിൽ താഴെ വരുന്ന ബജറ്റ് ഫ്രണ്ട്, മികച്ച ക്യാമറ ഫീച്ചേഴ്സും മികച്ച ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും എല്ലാം വരുന്ന ഒരു മികച്ച ഫോണുകളായിരുന്നു റെഡ്മിയുടെ നോട്ട് സീരീസുകളെല്ലാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റെഡ്മിയുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസുകൾ ഇറങ്ങിയിരുന്നത് എം ഐ സീരീസിലാണ്. അപ്പോൾ അങ്ങനെ എം ഐ സീരീസിൽ ഇറങ്ങിയ റെഡ്മിയുടെ ഒരു ഫോണാണ് MI 11X 5G. അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് 5G സപ്പോർട്ടുള്ള ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ പരസ്യത്തിൽ റെഡ്മി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഫ്ലാഗ്ഷിപ്പ്, അതായത് ഇതിനകത്തുള്ള എല്ലാ കമ്പോണൻറ്റും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് ചേർന്ന കമ്പോണൻ്റ് എന്നാണ് റെഡ്മി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കമ്പോണൻസ് ആണോ എന്ന് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ അൺബോക്സിങ് വീഡിയോകളും ടെക്നോളജിപരമായ വീഡിയോകളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. നമുക്ക് കാണാം, ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റെഡ്മിയുടെ ലോഗോ നമുക്ക് കാണാം. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മോഡൽ നമ്പർ, പിന്നെ ഇത് 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 870 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ AMOLED ഡിസ്പ്ലേയുടെ റിഫ്രഷിംഗ് റേറ്റ് 120 Hz റിഫ്രഷിംഗ് റേറ്റ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ MIയുടെ ലോഗോയും ഇതിൻ്റെ മോഡൽ നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മൾ മുൻപേ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രോസസ്സർ ടൈപ്പ് സ്നാപ്ഡ്രാഗൺ 870 ഫ്ലാഗ്ഷിപ്പ് 7nm പ്രോസസ്സർ, ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഡിസ്പ്ലേയുടെ റിഫ്രഷിംഗ് റേറ്റും അതേപോലെ തന്നെ സാമ്പിളിംഗ് റേറ്റ് 360 Hz ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാമറ 48 MBയുടെ AI ട്രിപ്പിൾ ക്യാമറയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഫ്രണ്ട് സൈഡിൽ വരുന്നത് 20 MBയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ട്രിപ്പിൾ മൈക്രോഫോൺ ഫോർ ഓഡിയോ സൂം, അതായത് 3 മൈക്രോഫോൺ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ 3D കൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഇതിൻ്റെ ബോഡിക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4520 mAhൻ്റെ ബാറ്ററിയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ റാമിനെ പറ്റി പറയുന്നുണ്ട്. LPDDR5+ UFS 3.1 ആണ് റാമിനെ പറ്റി പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് 360° ലൈറ്റ് സെൻസേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. Wi-Fi 6 സപ്പോർട്ടാണ്, ബ്ലൂടൂത്ത് 5.1ഉം. പിന്നെ എല്ലാ റെഡ്മിയിലും കാണുന്ന പോലെ ഇത് IR ബ്ലാസ്റ്ററും ഉള്ളൊരു മോഡലാണ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്ന വേരിയൻറ്റിൻ്റെ കളറ് കോസ്മിക് ബ്ലാക്ക് ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് വരുന്ന 8GB 128GB ആണ്. നമുക്കപ്പോൾ ഇത് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബോക്സ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ബ്ലാക്ക് കളർ ബോക്സാണ്. വളരെ ഒരു പ്രീമിയം ലുക്കുള്ള ബോക്സാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബോക്സിൻ്റെ താഴെയായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അൺബോക്സിലേക്ക് വരാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന സിം ഇജക്ഷൻ പിന്നാണ്. അത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ കവർ കാണുന്നുണ്ട്. ഇത് ഹെഡ്ഫോൺ അഡാപ്റ്ററാണ്. ആക്ച്വലി ഈ പ്രൊഡക്റ്റിന് 3.5mm ജാക്കില്ല. അപ്പോൾ USB ടൈപ്പ് Cയിൽ കുത്തിയിട്ട് നമുക്ക് 3.5 ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്ററാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല കാര്യമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇന്ന് മിക്ക മോഡലുകളും ചാർജർ വരെ ഒഴിവാക്കുന്ന കാലഘട്ടത്തിൽ റെഡ്മി ഇതിൻ്റെ കൂടെ ഈ അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നത് വളരെ മാതൃകാപരമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ യൂസർ ഗൈഡും വാറണ്ടി ഇൻഫർമേഷൻ എല്ലാം രേഖപ്പെടുത്തിയൊരു പേപ്പറാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെയുള്ളത് റെഡ്മിയുടെ എല്ലാ ഫോണുകളിലും കാണുന്ന പോലെ തന്നെ ഒരു ബാക്ക് കേസ്, ഒരു ട്രാൻസ്പെറൻ്റ് ആയ ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ക്വാളിറ്റി എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കുന്ന മുമ്പ് നമ്മുടെ അതിൻ്റെ ചാർജറും കേബിളെല്ലാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ചാർജറും കേബിളെല്ലാം ഇതിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചാർജർ. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ കേബിൾ ആസ് യൂഷ്വൽ Type C കേബിളാണ്. ഇതിൻ്റെ ടിപ്പിലെല്ലാം ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. Type C നല്ല ക്വാളിറ്റിയുള്ള ഒരു Type C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യാം.
കൊള്ളാം കേട്ടോ. വളരെ എന്താ പറയുക, ഒരു ഗ്ലാസി ഫിനിഷ്, ഒരു പ്രീമിയം ലുക്ക് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്താ പറയുക, അതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് എന്താ പറയുക, ഒരു മിറർ ഫിനിഷോടുകൂടി വന്നിരിക്കുന്നത്. അത് പിടിക്കാൻ നേരത്ത് തന്നെ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് പിടിക്കുന്ന ഫീലിംഗ് വരുന്നുണ്ട്. ഒരു പ്രീമിയം ആൻഡ് എലഗൻറ്റ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ എല്ലാം അതിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു 2 തട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡിസൈൻ വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു ടൈപ്പ് ഡിസൈൻ തന്നെയാണെന്ന് പറയാം. സൈഡ് വൈസ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഫുൾ മെറ്റാലിക്കാണ്. അത് ഇത് ബാക്ക് കേസ്, അതായത് ഈ ബാക്ക് കേസ് റിമൂവബിൾ ആണ് നമുക്ക് തോന്നത്തുള്ളൂ. അതേപോലൊരു ഡിസൈനായിട്ടൊരു കട്ടിംഗ് എല്ലാം വന്നിട്ടൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗ്ലാസി ഫിനിഷ് വളരെ പെട്ടെന്ന് ഫിംഗർ പ്രിൻറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ക് കേസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. ബാക്ക് കേസിനകത്ത് നമ്മുടെ ബ്രാൻഡ് നെയിമും 5G ഫോണാണെന്നുള്ള ഡീറ്റെയിലും എഴുതിയിട്ടുണ്ട്. ക്യാമറ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ 48 MB AI ട്രിപ്പിൾ ക്യാമറയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ബൈ പ്രൊഫൈലിൽ നിന്ന് തുടങ്ങാം. സൈഡിൽ വരുന്ന ആസ് യൂഷ്വൽ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. പിന്നെ ഇത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ്. വളരെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അത് ആ ബോഡിയുടെ തന്നെ ഇഴുകിച്ചേർന്ന്, ആ ബോഡിയുടെ തന്നെ ഒരു പാർട്ടായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ്. അത് പ്രൊജക്റ്റായിട്ട് ഒട്ടും തന്നെ, അത് വോളിയം റോക്കറിൻ്റെ അത്ര പോലും പ്രൊജക്റ്റായിട്ട് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ IR ബ്ലാസ്റ്ററും നമ്മുടെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ കാണാം. ഈ സൈഡിലൊന്നുമില്ല, പ്ലെയിനാണ്. താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ USB Type-C ചാർജിങ് പോർട്ടും നമ്മുടെ സിം ട്രേ കാണാം. അതിനുശേഷം നമ്മുടെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ അടുത്ത യൂണിറ്റും കാണാം. പിന്നെ നമ്മുടെ മൈക്രോഫോൺ ഇവിടെ കാണാവുന്നതാണ്. ഇത്രയുമാണ് അതിൻ്റെ സൈഡ് വ്യൂ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3 ക്യാമറയാണ് അതിനകത്തുള്ളത്. 48 MB മെയിൻ ക്യാമറയുണ്ട്. അതിനുശേഷം നമ്മുടെ അതിനകത്തൊരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും കൂടി ബാക്ക് ക്യാമറയുടെ സൈഡിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഒരു 48 MB AI ട്രിപ്പിൾ ക്യാമറയാണെന്നുള്ളൊരു ലോഗോ, പിന്നെ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ്. ഇത്രയുമാണ് ഇതിൻ്റെ സൈഡ് ബൈ പ്രൊഫൈലും ബാക്ക് സൈഡിലും എല്ലാമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു 20 MB സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുത്, അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. വളരെ ചെറിയൊരു ഡോട്ടായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരാൻ നേരത്ത് തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാണ് വരുന്നത്. ഇത് മറ്റേ ഹാർഡ് ഗ്ലാസ് അല്ല, ഒരു സാധാരണ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൂടിയാണ് വരുന്നത്. അപ്പോൾ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് റെഡ്മി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പവർ ഓൺ ചെയ്യാം. സൈഡിലെ പവർ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന റെഡ്മിയുടെ MI എന്ന ലോഗോയും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന ലോഗോയും വന്നിട്ടുണ്ട്. ഇപ്പോൾ MIUI എന്ന ഇൻ്റർഫേസ്, അതായത് റെഡ്മി തന്നെ വികസിപ്പിച്ച MIUI എന്ന ഇൻ്റർഫേസ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഓണായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റിയെ പറ്റിയാണ്. വളരെ മനോഹരമായ ഡിസ്പ്ലേ എന്ന് പറയാം. അതിമനോഹരം. 120 Hz റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ സ്മൂത്ത് ഡിസ്പ്ലേ, വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. എനിക്കിവിടെ കാണാം, വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. ആ റിഫ്രഷിംഗ് റേറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാരിറ്റിയും ഒട്ടും മോശമല്ല, വളരെ നല്ല ക്ലാരിറ്റിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇൻ്റർഫേസ് എല്ലാം പുതിയ MIUIയുടെ 12 പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ശേഷമുള്ള ഇൻ്റർഫേസ് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട് ആ ഇൻ്റർഫേസ് എല്ലാം. പിന്നെ ഈ ഐക്കൺ, ഇത് റെഡ്മിയുടെ യൂഷ്വൽ ആയിട്ടുള്ള ഐക്കണല്ല. ഇതിപ്പോൾ ഞാൻ തീം മാറ്റിയതാണ്. അപ്പോൾ ഈ ഐക്കൺ അല്ല ശരിക്കും വരുന്നത്, ഒരു സ്ക്വയർ ടൈപ്പ് ഐക്കണാണ് യൂഷ്വലി റെഡ്മിക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയതാണ്. നമുക്ക് ഇഷ്ടംമാരെ തൗസൻഡ്സ് ഓഫ് തീംസ് നമുക്ക് ഇവരുടെ സ്റ്റോറിൽ അവൈലബിൾ. നമുക്ക് ഇഷ്ടമുള്ള തീംസ് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ ആൻഡ്രോയിഡ് 11 ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത്. ഈ ഡിവൈസിനെ ഫ്ലാഗ്ഷിപ്പിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഘടകം ഇതിൻ്റെ പ്രോസസ്സറും റാം യൂണിറ്റുമാണ്. സ്നാപ്ഡ്രാഗൻ്റെ 870 എന്ന 5G സപ്പോർട്ട് കൂടിയ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലായാലും പവർ എഫിഷ്യൻസിൻ്റെ കാര്യത്തിലായാലും ഈ പ്രോസസ്സർ നമ്പർ 1 തന്നെയാണ്.
മറ്റൊരു ഘടകം ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റും 360 ഹെർട്സിൻ്റെ സാമ്പിളിംഗ് റേറ്റുമുള്ള AMO LED ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിൽ വന്നിരിക്കുന്നത്. മികച്ച ദൃശ്യാനുഭവവും മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഡിസ്പ്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ്. വളരെ നല്ല ഒരു മികച്ച ബാക്കപ്പ് തരുന്നു. ഒരു നോർമൽ യൂസറിന് ആവറേജ് 2 ഡേയ്സ് വരെ ബാക്കപ്പ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു ഗെയിമർ ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഒരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും നമുക്ക് 1 ഡേ ബാക്കപ്പ് ഷുവറായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ഈ ചിപ്പിൻ്റെയും കൂടി പ്രോസസ്സറിൻ്റെയും കൂടി ഒരു എഫിഷ്യൻസി കൊണ്ടാണ് ഈ പവർ മാനേജ്മെൻറ്റ് ഇങ്ങനെ സാധ്യമാകുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈമും വളരെ ക്വിക്കായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതും ഇതിനെ ഫ്ലാഗ്ഷിപ്പിൻ്റെ സ്റ്റാൻഡിലേക്ക് ഉയർത്തുന്നതിനുള്ള ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം ഇതിൻ്റെ സ്റ്റൈലിഷ് ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വരുന്നത് 3D കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ്. അതുകൂടാതെ ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് മെറ്റലിലാണ്. അപ്പോൾ ഇതൊരു പ്രീമിയം ലുക്കും അതേപോലെ തന്നെ ഒരു സ്റ്റൈലിഷ് ഡിസൈനുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഇതിനൊരു ഫ്ലാഗ്ഷിപ്പിൻ്റെ സ്റ്റാൻഡിലേക്ക് ഉയർത്തുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാൻ 2 ക്യാമറകളുടെ, അതായത് ഫ്രണ്ട് ക്യാമറയുടെയും ബാക്ക് ക്യാമറയുടെയും സാമ്പിൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായിട്ട് നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന 4K റെസൊല്യൂഷനാണ്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും ഇതിൻ്റെ ക്ലാരിറ്റിയും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മോർണിംഗ് ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ അധികം സൺലൈറ്റൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട ശേഷം കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി. നമ്മൾ 1080p 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും ഇതിൻ്റെ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വീഡിയോ കണ്ട ശേഷം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ MI 11Xൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ.